അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ കാപ്രിക്കാട് എത്തിയിട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ സ്കൂളിൽ നിന്ന് വേറെ കുട്ടികളും പിക്നിക്കിന് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെന്നില്ല. പ്ലാൻ ചെയ്യാതെ പോയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ലൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സിറ്റിയിലെ തിരക്കിൽ നിന്ന് മാറിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ഫ്രീ ആയി. എനിക്ക് തോന്നി ഞങ്ങളെക്കാട്ടും കൂടുതൽ ആസ്വദിച്ചത് അല്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, പക്ഷേ എന്നാലും ബോറടിയായിട്ട് തോന്നില്ല. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാട്ടോ ഈ കാപ്രിക്കാട്. ഇവിടെ നമുക്ക് മ്ലാവ്, മാനുകൾ, പിന്നെ ആന, അതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ച കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതേ മാനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ചും ഈറ്റകളാണ് കേട്ടോ. അതുമാത്രമല്ല, നടന്ന് ക്ഷീണിച്ചവരാണെങ്കിൽ നമുക്കിരിക്കാനായിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് മാനിനെ കാണുന്നത് ഹിൽ പാലാസിൽ പോകുമ്പോഴാണ്. അവിടെ ചെന്നാൽ നമുക്ക് അതുങ്ങളെ ഫീഡ് ചെയ്യാനും പറ്റും. പക്ഷെ ഇവിടെ അതിനുള്ള സൗകര്യമില്ല. നമുക്ക് ജസ്റ്റ് അവരെ കണ്ട് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കണ്ടത് സാമ്പാർ ഡീർ എന്ന പേരിൽ അറിയപ്പെടുന്ന മ്ലാവുകളാട്ടോ. അവിടെ അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയത് മാനുകളിങ്ങനെ കൂട്ടായിട്ട് നടക്കുന്നതാണ്. എന്ത് രസമാണ് അതുങ്ങളെ കാണാൻ. അതിനകത്ത് ചെറിയ കുഞ്ഞു മാനുകളൊക്കെ ഉണ്ട്. അപ്പം അതുങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും അടുത്തോട്ടൊന്നും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മാനിനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് നടന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങിയപ്പോഴേക്കും ഉണ്ടല്ലോ, പെട്ടെന്ന് എന്തോ സാധനം മുന്നിൽ നിന്ന് ഓടിക്കളയണ പോലെ തോന്നി. നോക്കിയപ്പോഴെന്താ ഉടുമ്പ്. അത് ഞങ്ങളെ പേടിച്ചിട്ട് നിൽക്കണ നിപ്പ അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്ന ആനയുടെ അടുത്തെത്തി കേട്ടോ. ഒരു ആന നല്ല ഭക്ഷണം കഴിക്കലാണ്. അടുത്ത ആന അതിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഈ ആനയുടെ പേര് അഞ്ജന എന്നാട്ടോ. പിന്നെ അതേ കൂട്ടത്തിലെ കുറുമ്പൻ, ഇവന് 23 വയസ്സുണ്ട്. ആശ എന്ന പേര്. എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആനയായിരിക്കും കേട്ടോ ഈ ആന. എപ്പോഴും ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലവർ പറയുന്ന ആനക്ക് ട്രോമ ആയതുകൊണ്ടാണ് അങ്ങനെ ഒക്കെ കാണിക്കുന്നതെന്ന്. പക്ഷെ എന്നാലും നമുക്ക് കൂട്ടത്തിൽ ഇഷ്ടം തോന്നുന്നത് ഇവനോടാ. ഞങ്ങളെ കണ്ടപ്പോഴേക്കും അവൻ കുറച്ചും കൂടി സ്മാർട്ടായിട്ടോ. അവൻ്റെ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടാൽ കുട്ടിയാനയാണെന്ന് തോന്നുമെങ്കിലും 23 വയസ്സുള്ള ആനയാണെന്ന് കണ്ടാൽ പറയേയില്ല. കുഞ്ഞുങ്ങളെ പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ആനയുടെ അടുത്തോട്ട് പോയി. അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ കരുതിയത് എന്താ ഇങ്ങനെ തുമ്പിക്കൈ പിടിച്ചുകൊണ്ടിരിക്കണേന്ന്. പിന്നെ അല്ലേ മനസ്സിലായത് ആ തുമ്പിക്കൈ അപ്പുറത്തെ കൊമ്പിലിട്ട് റെസ്റ്റ് ചെയ്യുവാന്ന്. അങ്ങനെ ആനനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചും കൂടി മുൻപോട്ട് നടന്നു കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു ആനയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കാട്ടിൽ നിന്ന് കുറച്ച് നാളായിട്ടുള്ള ആനനെ കിട്ടിയിട്ട് ആ ആനനെ മെരുക്കി വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആനനെ പോയി കാണാമല്ലോ എന്ന് കരുതി അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ അധികം പേരില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോസിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഭയങ്കര പ്രൈവസി ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ശരിക്കും റിലാക്സിങ് ആണ്. നമ്മൾ പ്രകൃതിയോട് കുറേ നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. ഈ ഞാൻ പറഞ്ഞ ആന ഇതാ കാട്ടിൽ നിന്ന് കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പം അതിനെ മെരുക്കി വരുന്നുള്ളൂ. അതാണ് ഇതിനെ ഇവിടെ നിർത്തിയേക്കണേന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ആനനെയൊക്കെ കണ്ട് തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നപ്പോൾ അത് വേറൊരു ആന ഇരിക്കണേ. ഞാൻ ആദ്യം പേടിച്ചു, ഇത് കാട്ടാനയാണെന്ന് കരുതിയേ. പിന്നെ മനസ്സിലായത് അതും ഇതേപോലെ കാട്ടിൽ നിന്ന് കിട്ടിയിട്ട് മെരുക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാന്ന്. ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലമെത്തി, അതായത് പാർക്കെത്തി. പാർക്കിൽ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും കളിക്കാനുള്ള കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ചെറിയൊരു സ്നാക്സിൻ്റെ കടകളുണ്ട്. ഞങ്ങൾ ഊഞ്ഞാലിൽ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഏർമാടം കണ്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലീനിങ് ചേച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കയറിക്കോ എന്ന് പറഞ്ഞു.
കേട്ട മതി കേൾക്കാത്ത മതി വേഗം എടുത്ത് ഓടി. ഏർമാടത്തിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ കപ്രിക്കാട്. ഞങ്ങൾ ഇനിയും ടൈം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പുഴയിൽ പോയി കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പാണിയേലിപ്പോര് പോകാമെന്ന് എഴുതിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു പാണിയേലിപ്പോര് പടച്ചിട്ടേക്കാണ്. ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ പാണംകുഴി ഫോറസ്റ്റാണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ 50% ഓഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 70 രൂപ ടിക്കറ്റ് എടുക്കണ്ട, 35 രൂപ ഒരാൾക്ക് കൊടുത്താൽ മതി. ഇവിടുത്തെ ടിക്കറ്റ് കാണിച്ചാൽ 50% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഇതേപോലെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോയി. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള കുഴികളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പാണംകുഴി. നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഏറ്റവും ഉയരം കൂടിയ മലയുണ്ടല്ലോ, അതാണ് നമ്മൾ കയറുന്ന മലയാറ്റൂർ മല. ഉച്ചയ്ക്ക് പോയിട്ട് പോലും വലിയ വെയിലൊന്നുമില്ലാത്ത നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സത്യത്തിൽ കുറേ നാൾ കൂടി ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. ആ മൊമെൻറ്റും ഞാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നിറച്ചും കുഴികളുള്ളതുകൊണ്ട് ആ ഗാർഡ് പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾ നിന്നത് കേട്ടോ. പിന്നെ ആന വരാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ ആഴ്ച കൂടി ആന വന്നു എന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങൾക്ക് ആ സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ.